പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ ഒരു സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ചിലർക്കൊക്കെ അത് ഓർമ്മയിലുണ്ടാകും. കാരണം വലിയ പബ്ലിസിറ്റി മാധ്യമങ്ങൾ നൽകിയ ഒരു സൈക്കിൾ യാത്രയായിരുന്നു അത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും നിയമസഭയിലേക്ക്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസവും കൂടിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് സൈക്കിൾ യാത്ര? സൈക്കിൾ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് യാത്രയ്ക്ക് മുമ്പ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം യാത്രയുടെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ഈ നടപടിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം MLA ഹോസ്റ്റലിൽ നിന്ന് സൈക്കിൾ ചവിട്ടി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ MLA-മാരെത്തിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ നോട്ടീസ് കൂടി കൊടുത്തിട്ടുണ്ട്. വളരെ ഗൌരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പ്രയാസപ്പെടുന്ന, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് രണ്ട് സർക്കാരുകളും ചേർന്ന് നടത്തുന്ന നികുതി ഭീകരതയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. കാരണം ഇത് ജനങ്ങളെ രക്ഷിക്കാനാണ്, വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ്. സാധാരണക്കാരന്റെ ജീവിതം മുഴുവൻ ദുസ്സഹപൂർണമാക്കി മാറ്റിയിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കേന്ദ്ര സർക്കാർ ഇനിയും കുറയ്ക്കണം, കേരള സർക്കാരും കുറയ്ക്കണം. ഇപ്പൊ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ള അല്ല, തീർച്ചയായും ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നത്. നാമമാത്രമായ കുറവാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെങ്കിലും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടുണ്ട്. അപ്പൊ കേരളം കൂടി വില കുറയ്ക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായിട്ടും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ സമരത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എന്താണ് ആവശ്യമെന്ന് വ്യക്തമായല്ലോ. വി.ഡി. സതീശൻ തന്നെ അത് പറഞ്ഞ് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ച വിലയുടെ ആനുപാതികമായ വരുമാനം സംസ്ഥാന സർക്കാരിന് കിട്ടും. അത് സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം. അങ്ങനെ ജനങ്ങളുടെ മുകളിൽ അധിക ഭാരം കെട്ടിയേൽപ്പിച്ച കേന്ദ്ര സർക്കാരിന് അതിലൂടെ മറുപടി പറയാം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം നൽകാം. അത് ചെയ്യണം. എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ല? സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ധന വിലയ്ക്ക് ആനുപാതികമായി സർക്കാർ ലഭിക്കുന്ന ആനുകൂല്യം അല്ലെങ്കിൽ വരുമാനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. വ്യക്തമായല്ലോ. എന്നാൽ ഇന്ന് അതിനേക്കാളും വലിയ വിലയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. എന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ വരുമാനമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. ഒഴിവാക്കുമോ? മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇപ്പോൾ. ഒഴിവാക്കുമോ ആ അധിക വരുമാനം? ഈ ചോദ്യം നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഉരുണ്ട് കളിക്കുന്നത് കാണാം ആ ദൃശ്യങ്ങൾ കൂടി. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോൾ, മെയ് 15 കൂട്ടുമ്പോൾ ഇതിന് എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, നാണ്യപ്പെരുപ്പം എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും. അദ്ദേഹം തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രിയെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കാൻ. അപ്പോഴും പറയുന്നുണ്ട് ആലോചിച്ച് തീരുമാനിക്കും എന്ന്. എപ്പോഴാണ് ആലോചിക്കുക എന്നത് മാത്രമേ അറിയാനുള്ളൂ. നീണ്ടു പോയി അവസരം ആളുകൾ ഇതൊക്കെ മറന്ന് ഈ വിലയോട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ മെല്ലെ സർക്കാരും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് പുറകോട്ട് പോകാം. അതാണ് വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. വാക്കാണേ വാക്ക്, ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് തീരുമാനം പ്രഖ്യാപിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. അതേ വി.ഡി. സതീശനാണ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നത്, മലക്കം മറിയുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അങ്ങനെ പലതും പറയും, മുഖ്യമന്ത്രിയാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണോ
വി ഡി സതീശൻ്റെ മനസ്സിലിരിപ്പ് എന്ന് അദ്ദേഹം തന്നെ നാളെ തുറന്ന് പറയേണ്ടി വരും എന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറുന്നു എന്ന് വേണം കരുതാൻ. എങ്ങനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിനെയൊക്കെ മറികടക്കും എന്നതേ ഇനി അറിയാനുള്ളൂ.